കലോത്സവ നഗരിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീകുമാർ, കേൾക്കാമോ? ശ്രീകുമാർ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ? പാർവതി, സംസ്ഥാന കലോത്സവത്തിന്റെ ആദ്യ ദിനം ഏതാണ്ട് ഉച്ചഭക്ഷണ സമയമാണ്. കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് തന്നെയാണ് തുടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിന് തുടക്കം സ്വാഗത ഗാനത്തോടുകൂടി തന്നെയായിരുന്നു. ഒപ്പം ഈ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ സംഘനൃത്തവും അങ്ങനെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത്. ഒന്നാം വേദിയിൽ ഇപ്പോൾ മോഹിനിയാട്ട മത്സരം പുരോഗമിക്കുകയാണ്. ഹൈസ്കൂൾ വിഭാഗമാണ്. മറ്റ് പല വേദികളിലും ഉച്ചകഴിഞ്ഞിട്ട് ഒപ്പനയുണ്ട്, അതുപോലെ തന്നെ മാർഗംകളിയുണ്ട്, ലളിതഗാനമുണ്ട്. അങ്ങനെ വിവിധങ്ങളായ മത്സര ഇനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ജനകീയമായ ഒരു തള്ളിക്കയറ്റം നമുക്ക് എല്ലാ വേദികളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അത്രമാത്രം ഒരു സ്വീകാര്യതയുണ്ട്. എന്നോടൊപ്പം തിരുവനന്തപുരത്തിന്റെ സ്വന്തം ചന്തുചേട്ടൻ ഉണ്ട്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തിന്റെ ആ ഒരു വൈബ്? തീർച്ചയായിട്ടും നമുക്ക് 2014 വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് 2024 വരുന്നത് 8 വർഷത്തിന് ശേഷം മാത്രമല്ല വളരെ സജീവമായി തന്നെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ഒരു യുവജനോത്സവം എന്ന രീതിയിലേക്ക് മാത്രം തിരുവനന്തപുരക്കാർ ഉൾക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് കാണുകയും ചെയ്തു. വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവർ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും അക്കാര്യം എടുത്തു പറയുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഒരു അതിജീവനത്തിന്റെ കഥയാണെന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു യുവജനോത്സവം അല്ലെങ്കിൽ കൗമാര കലോത്സവം ആണെന്നുള്ളതിന് തെളിവ് 10,216 പേര് SME സ്കൂളിൽ ഇന്ന് രാവിലെ വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുട്ടികളെ. അപ്പൊ അത് 10,000-ത്തിലധികം കുട്ടികൾ മത്സരിക്കുന്നു എന്ന് മാത്രമല്ല ഏകദേശം 20,000-ത്തോളം പേരെ ഉൾക്കൊള്ളുവാൻ ഈ യുവജനോത്സവം കഴിയുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു സംരംഭം അല്ലെ കലാമേള തന്നെയാണ് ഇതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതായത് 25 വേദികൾ, ഏതാണ്ട് 249 മത്സര ഇനങ്ങൾ, 15,000-ത്തോളം മത്സരാർത്ഥികൾ, ഒപ്പം വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെടെ ഏതാണ്ട് 20,000-ത്തിൽ പേർ ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും അരുണിമയ്ക്ക് ഈ യുവജനോത്സവ വലിയ ഓർമ്മകളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ ഈ കലോത്സവം തിരുവനന്തപുരത്ത് വെച്ചാണ് ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്കിവിടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ പറയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അവിടെ ഒരു മാധ്യമ പ്രവർത്തകയായിട്ട് ദൂരദർശന്റെ കൊടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ വരുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മേള ഒരു നമ്മുടെ മനസ്സിന്റെ ഒരു കോണിൽ സൂക്ഷിക്കാനുള്ള ഒരു മെമ്മറി കൂടിയാണ്. അപ്പം ചേട്ടനും നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് കൂടി ആവും ഈ മേള എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഇത് തുടക്കമായുള്ള ഉച്ചഭക്ഷണ സമയമാണ്. അത് വിശപ്പൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നാൽ പോലും നമ്മള് ഈ പറഞ്ഞ 4 ദിവസങ്ങളും ദൂരദർശന്റെ എല്ലാ സജ്ജീകരണങ്ങളും കൂടി തന്നെ അത് തുടക്കം മുതൽ ഒടുക്കം വരെ, ഉദ്ഘാടനം മുതൽ സമാപനം വരെ എല്ലാ വേദികളിൽ നിന്നും നമ്മൾ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും കാത്തിരിക്കുക. സാങ്കേതിക മികവോടെ തന്നെ കണ്ണു ചിമ്മാതെ കാത്തിരിക്കുക. നമ്മുടെ ദൂരദർശൻ വാർത്തകളും അതുപോലെ ദൂരദർശൻ പ്രോഗ്രാംസും കണ്ടുകൊണ്ടിരിക്കുക. എന്തായാലും ഇനി ഉച്ച കഴിഞ്ഞിട്ട് മോഹിനിയാട്ട മത്സരം തുടരും. അതോടൊപ്പം തന്നെ ഈ ഒപ്പനയും മാർഗംകളി മത്സരങ്ങളും ലളിതഗാന മത്സരങ്ങളുമുണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ബുള്ളറ്റിനിൽ ഞങ്ങൾ എത്തും. പാർവതി.